ഒരിക്കലും ഉണ്ടായിട്ടുണ്ടല്ലോ അമ്മയുടെ അടുത്ത് അമ്മയുടെ പിന്നെ വള്ളിക്കാവിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാടുന്നത് ഗജേന്ദ്രമോക്ഷം. നമ്മുടെ ഒരു ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞാൽ ആനയുടെ കാലിൽ ക്രൊക്കഡൈൽ വന്ന് കടിച്ചപ്പോൾ ആ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്തിരുന്നിട്ട് വരുന്നു, രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ ഇത് ഞാൻ അമ്മയുടെ അടുത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഗരുഡ ചढ़ी പധാരേ ഗരുഡ ചढ़ी പധാരേ ഗരുഡ ചढ़ी ഗരുഡ 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 ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മുന്നിലിരുന്ന് പാടാം. അമ്മ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ഡിവോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹേമ ഇതുപോലെ ഇരുന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഈ മുകളിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ഗരുഡൻ അവിടെ ഇരിക്കുന്നു. ഇത് സംഭവിച്ച കാര്യമാണ്. ഗരുഡൻ മുകളിൽ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഞാൻ ഇൻസ്പയർഡ് ആയി. കാരണം ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലല്ലേ. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇൻവോൾവ്ഡായി, പാട്ടിൽ ഇൻവോൾവ്ഡായി. അപ്പോൾ ഇത് ഈ ഗരുഡൻ ഇപ്പോൾ ആന ഇരുന്ന് അതേ പോർഷനിൽ വന്നിരുന്നു. വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് പിന്നെ അതിൻ്റെ വിഷ്വൽസ് ഉണ്ട്, വിഷ്വൽസ് റെക്കോർഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നു. കോൺസേർട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ വന്നതിൻ്റെ അകത്ത് അത്രേ ഉള്ളൂ. അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പാട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഗരുഡൻ തിരിച്ചു പറന്നു പോയത്. പാട്ട് തീർന്നിടം വരെ. എന്നിട്ട് അമ്മ പറഞ്ഞു, മോനെ അവൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, പക്ഷേ ഇത് മോൻ്റെ അടുത്ത് വന്നിരുന്നത് മോൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും എത്രയായാലും അപ്പോൾ ദൈവത്തിൻ്റെ ഒരു എന്നാ പറയാ അല്ലേ, സംതിങ് ഈസ് റിലേറ്റഡ് ടു ഗോഡ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ശിവോഹം, ഞാനിപ്പോൾ അത് സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, ശിവോഹം പാടുമ്പോൾ എനിക്ക് പലപ്പോഴും സ്റ്റേജിൽ തന്നെ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ പല സ്ഥലത്ത് നമ്മൾ മൽഹാർ പാടുമ്പോൾ, അബുദാബിയിൽ പാടുമ്പോൾ അവിടെ ഒരു മഴ പെയ്തു. അതെ, ശരിക്കും പാട്ടുകൾക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട് എന്തായാലും മ്യൂസിക്കിനുണ്ട്. അത് സംഭവിക്കുന്നുള്ളൂ. എങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കാം ചിലപ്പോൾ.